1 വർഷം കഴിഞ്ഞിരിക്കുന്നു ജെയ്മി വീട്ടിൽ നിന്നും പോയിട്ട്. 13 മാസങ്ങൾ ജെയ്മി ഇല്ലാത്ത ജീവിതം. അവൻ്റെ മാതാപിതാക്കളൊക്കെയും പൊരുത്തപ്പെടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ നീറ്റലുണ്ടെങ്കിൽ പോലും. അവൻ്റെ അച്ഛൻ എഡ്ഡിയുടെ പിറന്നാൾ ദിവസമാണ്. അയാൾ വീട്ടിലെ ചില നേരംപോക്ക് പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അകത്തിരുന്ന ബേബി ട്രോളിയൊക്കെ എടുത്ത് പുറത്ത് ഷെഡിൽ കൊണ്ടുപോയി വെച്ച് ഒരു ചിന്തയുമില്ലാതെ വെറുതെ ചുറ്റുപാടുമൊക്കെ നോക്കി അകത്തേക്ക് കയറുമ്പോഴതാ മധുരമനോഹരമായ ജന്മദിനാശംസ ഭാര്യയിൽ നിന്നും. മാൻഡ 50ാമത്തെ ബർത്ത്ഡേ സ്പെഷ്യലായി എഡ്ഡീസ് ഫേവറേറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കെട്ടിപ്പുണരലും കിസ്സിങ്ങും സ്നേഹത്തൊട്ടുരുമലൊക്കെ കഴിഞ്ഞ് മാൻഡയെ ശല്യപ്പെടുത്താതെ എഡ്ഡി നേരെ തൊട്ടടുത്ത ടേബിളിൽ ചെന്നിരുന്ന് അയാൾക്ക് വന്ന ജന്മദിന കാർഡുകളും സന്ദേശങ്ങളും മാറ്റി മാറ്റി നോക്കുവാണ്. സഹോദരന്റെ ആശംസാ കാർഡിന് ശേഷം എടുക്കുന്ന മറ്റൊരു കത്ത് കണ്ട് വല്ലാണ്ടാവുന്ന എഡ്ഡിയുടെ മുഖം കാണുമ്പോഴേ അറിയാം അതാരായിരിക്കുമെന്ന്. ജെയ്മിയുടെ ബർത്ത്ഡേ വിഷാണ്. മനസ്സിലുള്ള അച്ഛൻ്റെ മുഖം മോർത്തെടുത്ത് വരച്ചയച്ചിരിക്കുന്ന സ്നേഹ സമ്മാനം. ഒരു വിഷമത്തോടെ അതെടുത്ത് മാൻഡയ്ക്ക് കൊടുത്ത് നോക്കി നിൽക്കെ ലിസ വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത് പുറത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവം വിളിച്ചു കാണിക്കാൻ. എഡ്ഡിയുടെ പുറത്ത് കിടന്നിരുന്ന വാനിൽ ആരോ സ്പ്രേ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോൺസ് എന്ന് പറഞ്ഞ്, മോശക്കാരനെന്ന പോലെയുള്ളൊരു പദം. ചുറ്റുപാടും ആരും കണ്ടിട്ടില്ല. മാൻഡയോട് പോലീസിനെ വിളിക്കാൻ പറയുന്നെങ്കിലും അവർക്കൊരു മടി, അത് വേണമെന്ന്. വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായാൽ വിളിച്ചറിയിക്കണമെന്ന് മുന്നേ പോലീസ് എഡ്ഡിക്ക് നിർദ്ദേശം നൽകിയതുകൊണ്ട് തന്നെ ധൈര്യമായി വിളിക്കാൻ പറഞ്ഞു വിടുമ്പോൾ ചൂടായി നിൽക്കുന്ന മകൾ ലിസ അച്ഛനെ പുണരുവാണ്. കാരണം ഇതെല്ലാം വേദനയ്ക്കുമേൽ ഒരു കുത്തു വെച്ചു കൊടുക്കുന്ന പോലത്തെ സംഭവങ്ങളാണ്. കുടുംബത്തിലെ ഒരുവൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ സകലരും നേരിടേണ്ടി വരുന്ന മാനസിക വിഷമങ്ങൾ. കുറച്ച് സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകാമെന്ന് എഡ്ഡി ഉള്ളിലേക്ക് കയറി പോകവേ മാൻഡ പോലീസിനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിട്ട് സ്ഥലത്തേക്ക് വരണമെന്നുള്ള ചോദ്യത്തിന് വേണ്ട, ഇക്കാര്യത്തിൽ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഫോട്ടോ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിസയോട് വാനിൻ്റെ 3 ചിത്രങ്ങളെടുത്ത് മെയിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് മാൻഡ എഡ്ഡിക്കടുത്തേക്ക് എത്തുന്നത് എനിക്കിനിയും വയ്യ, മടുത്തുവെന്നും പറഞ്ഞുകൊണ്ട്. നമുക്കിവിടുന്ന് അമ്മയുടെ വീട്ടിലേക്ക് മാറിപ്പോകാമെന്നുള്ള മാൻഡയുടെ സംസാരം ഇതിനു മുമ്പും ഉണ്ടായതാണ്. ഇപ്പോൾ നല്ല ദിവസമായിട്ട് വീണ്ടും ഇതേക്കുറിച്ച് തുടങ്ങേണ്ടെന്ന് എഡ്ഡി ദേഷ്യത്തോടെ തന്നെ, അതും ഭാര്യയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം വീണ്ടും വഷളാവത്തേ ഉള്ളൂ എന്നാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ ജെയ്മിയുടെ വിധി വരും. പിന്നെ ചുറ്റുള്ളവരെല്ലാം നമ്മളെ ഒരുമാതിരി നോക്കുന്നത് കാണാൻ മാൻഡയ്ക്ക് വയ്യ. ദൂരെയുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു ജോലി തരപ്പെടുത്തി തരികയും ചെയ്യും. എഡ്ഡിക്കോ ഇത് തീർത്തും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ജോലി കിട്ടാൻ എനിക്ക് എന്തിനാണ് നിന്റെ അമ്മ? എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് പണിക്കാരിവിടെ ഉണ്ട്. അവരെ വിട്ടു വരുന്നതിൻ്റെ അല്ല, മകളുടെ കാര്യം. അവളുടെ പഠിത്തവും ബാധിക്ക് വെച്ച് നിർത്തി ഇവിടുന്ന് മാറിപ്പോയി അവളുടെ മനസ്സും കേടാക്കി ലിസയുടെയും കൂടി ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു കുറ്റവും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിറയലോടെ സോപ്പ് വെള്ളവും എടുത്ത് പുറത്തേക്ക് പോകുന്നു. തൊട്ടിപ്പുറത്തിരുന്ന് ഇതെല്ലാം കേട്ടിരുന്ന ലിസയെ കണ്ട്, മോളെ നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, ഇതിപ്പോൾ ശരിയാക്കാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ലിസയ്ക്കും ഇതെല്ലാം കേട്ട് മനോവിഷമം. മുറിയിലേക്ക് പോയിരിക്കുന്ന അവളെ മാൻഡ ചെന്നിരുന്ന് ഓരോന്നും പറഞ്ഞ് തെളിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് എഡ്ഡി തേച്ച് കഴിയുന്നെങ്കിലും പെയിൻ്റല്ലേ, അത് പറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കുവാണ്. അതിനിടയ്ക്ക് അയൽക്കാരൻ്റെ കുത്തുവാക്ക് വേറെ. അവനെയും പിരാഗി നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് 2 പിള്ളേർ എങ്ങനെയുണ്ടത് എഡ്ഡിയെന്നും ചോദിച്ച് സൈക്കിളിൽ പോകുന്നത് കണ്ട് നിക്കടാ നീയാണോ ഇത് ചെയ്തതെന്നും പറഞ്ഞ് ചെല്ലുന്നതിലും അവന്മാർ സൈക്കിൾ വെച്ച് പിടിച്ച് പായുന്നു. പെയിന്റിന്റെ കാര്യത്തിൽ രക്ഷയില്ലെന്ന് കണ്ട് എഡ്ഡി തിരികെ അകത്തേക്കെത്തി മാൻഡയെ അറിയിക്കുമ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ എടുക്കട്ടെ എന്ന് നിൽക്കുന്ന അവരോട് നമുക്ക് ഉടനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് പോവാമെന്നും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ എതിർക്കുന്നതിലും അതൊക്കെ പിന്നെ പുറത്ത് വാനിങ്ങനെ കിടക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല. നമുക്കിപ്പോൾ തന്നെ മാട്ടിലേക്ക് പോകാമെന്നും കോട്ടെടുത്തിടാനും പറഞ്ഞിട്ട് ലീസയോടും വരാൻ പറയുവാണ്. ഞാൻ വീട്ടിലിരുന്നാൽ പോരേന്ന് അവളും. നമ്മളുള്ള സമയത്ത് പുറത്താരോ ഈ തെമ്മാടിത്തരം കാണിച്ചു, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ സമാധാനത്തോടെ പോയിട്ട് വരുമെന്നും പറഞ്ഞ് നമുക്ക് ഈ നല്ല ദിവസം വെറുതെ ഡാർക്കാക്കണ്ട, തിരിച്ചു പിടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി മാൻഡയോട് കഥ നല്ലോണം പൂട്ടാനും പറഞ്ഞ് അയൽക്കാരിയോട് വീടുന്ന് നോക്കണമെന്നും പറഞ്ഞവർ വാനിലിരുന്ന് നേരെ കടയിലേക്ക്. സിറ്റുവേഷൻ കൂളാക്കാൻ എഡ്ഡി ലിസയോട് നല്ല ഇടിപ്പുള്ള പാട്ടെന്തെങ്കിലുമൊക്കെ ഇടാൻ പറഞ്ഞ ശേഷം കറങ്ങാൻ പോകാമെന്ന് പറയുന്നു. കടയിൽ പോയി തിരിച്ചെത്തിയിട്ട് നമ്മൾ ഒരു ഫാമിലി ഔട്ടിങ്ങിന് പോകാൻ പോവാണ്. എന്തൊക്കെയായാലും കാപ്പി പിടിച്ചിട്ട് പോയാൽ മതി എന്നങ്ങനെ മാൻഡയും തണുത്ത് ചെറിയ തെളിച്ചമൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് കറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാമെന്നും ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഡിന്നറും കഴിക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലെത്തി വാൻ പാർക്ക് ചെയ്ത് എഡ്ഡി അവരോട് പോയി എന്തെങ്കിലും ഇഷ്ടമുള്ളത് നോക്കാൻ പറഞ്ഞിട്ട് സൂപ്പർവൈസറിൻ്റെ അടുത്ത് വന്ന് പെയിന്റ് പോകാനുള്ള മാർഗം ചോദിക്കുന്നു. അയാൾ സെയിൽസിലെ ഒരു ചെറുക്കനെ വിളിച്ച് ഏൽപ്പിക്കുമ്പോൾ അവൻ സോപ്പ് വെള്ളം ഉപയോഗിച്ചൊക്കെ നോക്കിയൊന്ന് ചോദിച്ചിട്ട് തിന്നറും മൈക്രോ ഫൈബർ ടവലും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പില്ല എന്ന് പറഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പിന്നെ എന്ത് വഴിയെന്ന് എഡ്ഡിയും. മൊത്തത്തിൽ മാറ്റേണ്ടി വരുമെന്നത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, പൈസയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നീല പെയിന്റ് തരാൻ പറഞ്ഞ് ഡെസ്പായി നിൽക്കുമ്പോൾ ആ ചെക്കന് പെട്ടെന്ന് റിയലൈസേഷൻ, ഇത് നിങ്ങളല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ എന്ന് തുടങ്ങി നിങ്ങളുടെ മകൻ്റെ സൈഡാണ് ഞാനെന്നും അവൻ കുറ്റം ചെയ്തിട്ടെന്ന് ഉറപ്പല്ലേ, അതുകൊണ്ട് തന്നെ ക്രൗഡ് ഫണ്ടിങ് നടത്തിയാൽ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കാമെന്നൊക്കെയുള്ള ഉപദേശം കേട്ട് എഡ്ഡി വീണ്ടും അസ്വസ്ഥനായി പെയിന്റ് തരാൻ പറഞ്ഞ് മേടിച്ച് തിരികെ മൈൻഡ് ബ്ലാങ്കായി കൗണ്ടറിലേക്ക് ക്യാഷ് മടച്ച് മകളും മാൻഡയും പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചപ്പുറത്തേക്ക് നോക്കി ഇതോമാറില്ലേ നായ്ക്കൾ നമ്മളെ തന്നെ ഫോളോ ചെയ്യുവാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ പെയിന്റ് വെച്ചിട്ട് ഓടിച്ചില്ലുന്നത് 2 സൈക്കിൾ നിൽക്കുന്ന പിള്ളേരുടെ അടുക്കലേക്ക്. അവന്മാർ വെപ്രാളത്തിൽ എക്സ്കേപ്പ് ആവാൻ നോക്കുന്നതിലും ഒരുത്തനെ എഡ്ഡിയുടെ കയ്യിൽ കിട്ടി അവനെ വിരട്ടി നീ ചിരിക്കേണ്ടെന്നും മണ്ടയടിച്ച് പൊട്ടിക്കുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തി വിടുന്നു.
ചെക്കൻ ചെറിഞ്ഞുകൊണ്ടുപോകുമ്പോൾ എഡ്ഡി കലിപ്പിൽ തിരിച്ചു കിടക്കുന്നു. മുമ്പ് കണ്ടവന്മാർ തന്നെയാണത്. മാൻഡിയും ലിസിയും ആകെ പേടിച്ച് നിൽക്കുന്നിടത്തേക്കെത്തി എഡ്ഡി കാണിക്കുന്നത് പെയിന്റ് പട്ട അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് ആ വരച്ചിടത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് മാൻഡിയുടെ കയ്യിൽ നിന്ന് ചെടിച്ചട്ടി മേടിച്ച് സ്നേഹവാക്കുകൾ കൊണ്ട് തന്നെ വണ്ടിയിൽ കയറാൻ പറഞ്ഞ് കയറുന്നതും സെക്യൂരിറ്റി വന്ന് വൃത്തിയാക്കിയിട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തിരികെ വണ്ടിയും എടുത്ത് പുറത്തേക്ക്. ഇതിനിടയിൽ മാൻഡെ നമുക്ക് വീട്ടിൽ പോകാം, അവിടെ ക്യാമറ ഉണ്ട് മനുഷ്യ എന്നെല്ലാം വണ്ടിക്കതിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും മൗനം. എഡ്ഡിക്കും ചെറിയ ബ്രേക്ക് ഡൗൺ. അയാൾ കണ്ണൊക്കെ തുടച്ചങ്ങനെ പോകവേ ഒരു ഫോൺ കോൾ. ട്രെയിനിങ് സെൻറ്ററിൽ നിന്നാണ്, ഒരു സബ് ജയിലിലെ. ജെയ്മിയുടെ ഫോൺ കോളാണ്. കാർ സ്പീക്കറിൽ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതാണ്. ഞാൻ അയച്ച കത്ത് കിട്ടിയോന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി കേട്ട് എഡ്ഡി സാധാരണ പോലെ തന്നെ മറുപടി കൊടുക്കാൻ ശ്രമിക്കുവാണ്. അത് നീ വരച്ചതാണോ, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ തിരക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഔട്ടിങ്ങിന് പോകുന്നതിനെക്കുറിച്ചും ലിസിയുടെ ഇഷ്ടപ്രകാരമുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റ് ഡിന്നർ ട്രീറ്റിനെ പറ്റിയും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ എന്താ ഇത്ര നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞെന്ന് ചോദിച്ച് ജെയ്മി പറയുന്നത് എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന്. എന്തുപറ്റി? പിൻവലിച്ചു പ്രതിവാദത്തിനുള്ള അപേക്ഷ. എന്തായാലും കുറ്റക്കാരനാണ്, ശിക്ഷ വിധിക്കട്ടെ എന്നുള്ള തീരുമാനം. അങ്ങനെ ചെയ്തതിൽ ജെയ്മി ക്ഷമ ചോദിക്കുന്നതായിട്ട് എഡ്ഡിക്കൊരു ഉത്തരവുമില്ല. എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കവേ മാൻഡ് സംസാരിക്കുന്നു. എങ്ങനെയുണ്ടോന്നും ചോദിച്ച് പിറകെ ലിസയും. അവൻ അച്ഛൻ മാത്രമാണ് കേൾക്കുന്നതാണെന്ന് വിചാരിച്ചത്. ആഹാരത്തെക്കുറിച്ചും സമയം ചെലവഴിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഇരുവരും തിരക്കുന്നതിന് മറുപടി നൽകിയ ശേഷം വേറെയും ആൾക്കാർ ഫോണിന് വേണ്ടി നിൽക്കുകയാണെന്നും പറഞ്ഞ് അച്ഛനോട് പറയുന്ന വാക്കുകൾ സോറി എന്നും ഹാപ്പി ബർത്ത്ഡേ എന്നും. എഡ്ഡി വിഷിന് നന്ദി പറയും മുമ്പേ ഫോണും കട്ട്. വീടെത്തി പതിയെ പെയിന്റ് തൊടാതെ ഇറങ്ങാൻ പറഞ്ഞിട്ടായാൽ ചെടിച്ചട്ടിയും എടുത്ത് ഒരനക്കവുമില്ലാതെ വീട് തുറന്ന് അകത്തേക്ക് കയറുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് ലിസയും വികാരമില്ലാതെ മാൻഡയും. ജെയ്മി ഇനി എന്തായാലും അധികം വൈകാതെ ജയിലിലേക്ക് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അവൻ ഓക്കെ ആയിരിക്കുമോ എന്നുവെന്ന ലീസയെ ആശ്വസിപ്പിച്ച് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ പിറകെ വീട്ടിലേക്ക് കയറുന്ന മാൻഡ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഉടൻ തന്നെ പിടിച്ചു നിർത്തുവാണ്. മനസ്സ് നൊന്ത് പൊട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ തളരുമോ എന്ന് വിചാരിച്ച് പുറത്തു കാണിക്കാത്ത സിറ്റുവേഷൻ. മുകളിലേക്ക് വരുമ്പോൾ എഡ്ഡിയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അയാൾ നിന്ന് കരയുവാണ്. പക്ഷേ മാൻഡയെ കണ്ട് ജനാല ശരിയില്ലെന്നും പറഞ്ഞു നിൽക്കുന്നു. വിഷയം മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേർ ഒരു കുഴപ്പവുമില്ലെന്ന് പ്രിറ്റൻഡ് ചെയ്ത്. നമുക്കിനി ഔട്ടിങ്ങിന് പോകേണ്ടെന്ന് നിൽക്കുവാണ് മാൻഡ. കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറ്റി, നമുക്ക് പോകാമെന്ന് നിൽക്കുന്ന എഡ്ഡിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ജെയ്മിയെ പറ്റി പറയുവാണ്. അവൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരുപക്ഷെ സ്വന്തമായൊരു തീരുമാനമെടുത്തു എന്നതൊരാശ്വാസമാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും തുടങ്ങേണ്ടെന്ന് എഡ്ഡിയും. മാൻഡയ്ക്ക് ഈ വാക്ക് കേട്ട് മടുത്തു. അന്ന് ആ ടേപ്പ് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളാണ് കണ്ടതെന്ന് പറയുമ്പോൾ ആര് കണ്ടിരുന്നാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോടില്ലെന്ന് അയാളും. മാൻഡ പറയുന്നത് ഇത് നിങ്ങളല്ല കുട്ടികളെ വിരട്ടുന്നത്, വണ്ടി കുളമാക്കുന്നത്, ഇതൊന്നും. അറിയാൻ നല്ല ദേഷ്യമുണ്ടെന്ന്. പക്ഷേ അവൻ കുറ്റക്കാരനെന്ന് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതിനാണെന്ന് വിശ്വസിക്കൂ. നിങ്ങൾ നീതിമാനാണെങ്കിൽ അങ്ങനെ തന്നെ കരുതൂ. എഡ്ഡി ആ ക്ലിപ്പിനെ കുറിച്ച് പറയുവാണ്. കണ്ടത് കണ്ടു, പക്ഷേ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നിന്നെ വിളിച്ചാലും മതിയായിരുന്നെന്ന് തോന്നിപ്പോയി. ഒരുപക്ഷെ എന്നെക്കാളും നല്ലോണം കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടായനെ. കണ്ടത് വിശ്വസിക്കാൻ പറ്റണില്ല. നമുക്കിതിനെ അതിജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്ന മാൻഡ ഓർമ്മിക്കുന്നത് അവൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള സാഹചര്യത്തെക്കുറിച്ച്. ഒരിക്കലും മുറിവിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിൽ വരും, കഥ അടയ്ക്കും, നേരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക്. രാത്രി 1 മണിക്കും വെട്ടമാണ്. ചെന്ന് നാളെ സ്കൂളിൽ പോകേണ്ടതാണെന്ന് പുറത്തു നിന്ന് പറയുമ്പോൾ ലൈറ്റ് അണയും. പക്ഷെ ഒന്നും മിണ്ടില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. നമുക്കറിയില്ല അവരെന്താ മുറിക്കുള്ളിൽ കാണുന്നതെന്ന്. പോണോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഫോൺ എടുത്തപ്പോൾ തന്നെ വന്ന ആ വീഡിയോ നോക്ക്. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്നും ആണുങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ള സംസാരം. വെറുതെ ഒരു ആപ്ലിക്കേഷൻ തുറന്നപ്പോൾ കയറി വന്ന പരസ്യമാണ്. ഒരിക്കലും പിറകെ നടന്ന് എന്ത് ചെയ്യുമെന്ന് എപ്പോഴും നോക്കാൻ പറ്റില്ല. എഡ്ഡിയുടെ പോലത്തെ ദേഷ്യമാണ് ജെയ്മിക്ക് ഉള്ളത്. അതിന് കാരണക്കാരൻ എഡ്ഡിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ അവനെ ഇതിൽ നിന്നെല്ലാം തടുക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിക്കണമായിരുന്നു. എന്തൊക്കെയാലും പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവൻ അങ്ങനാകാൻ കാരണം നമ്മളല്ല, പക്ഷേ അങ്ങനെ ആകാനുള്ള വഴിയുണ്ടായത് നമ്മളിൽ നിന്നല്ലേ. ജെയ്മിയുടെ പ്രായമുള്ളപ്പോൾ എഡ്ഡിക്ക് അയാളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. ബെൽറ്റ് വെച്ച് പുറം പൊളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എടുത്തൊരു തീരുമാനമുണ്ട്. നാളെ എനിക്കൊരു മകനുണ്ടാവുമ്പോൾ അവനെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. അവൻ്റെ മുമ്പിൽ നല്ലൊരു അച്ഛനാവണം എന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നോ? ആവാൻ കഴിഞ്ഞോ? ശ്രമിച്ചു നമ്മളിരുവരും. അവനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവിട്ടു. അവൻ്റെ മോശം പ്രകടനത്തിന് ബാക്കിയുള്ള കുട്ടികൾ അച്ഛന്മാരെല്ലാം കളിയാക്കിയപ്പോൾ അവൻ എഡ്ഡിയെ നോക്കി. പക്ഷേ അയാൾ നോക്കാത്ത ഭാവത്തിൽ നിന്നതേയുള്ളൂ. നോക്കാൻ തോന്നിയില്ല. പിന്നെ ബോക്സിങ്ങിലേക്ക് കൊണ്ടുപോയി. മാറ്റമൊന്നും ഉണ്ടായില്ല. അവൻ നല്ലോണം പടം വരയ്ക്കുമായിരുന്നു. ചുവരിലും അടുക്കളയിലിരുന്നും മുറിയിലുമൊക്കെ മണിക്കൂറുകളെടുത്ത്. നമ്മളത് കാര്യമാക്കിയില്ല. പതിയെ അവനത് നിർത്തി. കമ്പ്യൂട്ടറും സാമാനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് ജോലിയെന്ന് പറഞ്ഞ് രാവിലെ പോയാൽ വൈകിട്ട് വരുന്നത് കൊണ്ട് അവനെ കാര്യമായൊന്നും ഗവനിക്കാനും പറ്റിയില്ല. പക്ഷേ നീ ഒരു നല്ല അമ്മയായിരുന്നു. എന്നിട്ട് എഡ്ഡി ഇപ്പോൾ ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായി തീർന്നേനെ. മാൻഡ സമാധാനിപ്പിക്കുന്നു. ഞാൻ നല്ലൊരമ്മ തന്നെയാണ്, നിങ്ങൾ നല്ലൊരു അച്ഛനും. അവനങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ അവനെ നമ്മൾ സംരക്ഷിക്കുമെന്ന് അവൻ കരുതി. എന്നിട്ട് സംരക്ഷിച്ചു.
നമ്മളിതുവരെ അവൻ്റെ കൂടെ തന്നെ നിന്നു. നമ്മൾക്ക് ആശ്വസിക്കാൻ അത് മതി. മരം കയറിയും വായിൽ മൊത്തം ഐസ്ക്രീമുമായി നടക്കുന്ന ആ കൊച്ചുകുട്ടിയാണ് ഇരുവരുടെയും മനസ്സിൽ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഞാനല്ല കൊന്നത്, ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവൻ ആണയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ടേപ്പ് കണ്ടപ്പോൾ എങ്ങനെ കഴിഞ്ഞു എന്ന് പോലും ചിന്തിക്കാൻ എഡ്ഡിക്ക് കഴിയുന്നില്ല. ഇരുവരും അങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് ലിസ വരുന്ന പാടെ കണ്ണും തുടച്ച് ഒരുങ്ങി നിൽക്കുന്ന അവളെ നോക്കി ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, വെറുതെ മൂടാവടിച്ച് പാഴാക്കുന്നത് എന്തിനാണെന്ന് ലിസ. അവളുടെ മുന്നിൽ വെച്ച് മുമ്പ് കാണിച്ച പ്രവൃത്തികളിൽ എഡ്ഡി ക്ഷമ ചോദിക്കുന്നു. കാറിൻ്റെ കാര്യം കുറച്ച് വൃത്തികേടാണെങ്കിലും ഇനി ആർക്കും അത് വായിക്കാൻ പറ്റില്ല. ഇത് ചെയ്തെന്ന് എഡ്ഡി കരുതുന്ന ചെറുക്കന്മാരെ ലിസയ്ക്കറിയാം. അവന്മാർ അല്ലെങ്കിൽ വായി നോക്കികളാണ്. ലിസയ്ക്ക് ഇവർ ഒരു തൊല്ലയാണോ എന്ന് എഡ്ഡി ചോദിച്ചാൽ അതിലൊരു കാര്യവുമില്ല. കാരണം എല്ലാവരും അങ്ങനെ തന്നെ. ഇവർ മാത്രമല്ല, ജെയ്മിയുടെ ചേച്ചിയല്ലേ. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ ഇവിടം വിട്ട് പോകാൻ പാടില്ല. വേറൊരിടത്ത് പോയി ജീവിക്കാൻ ശ്രമിച്ച് ആരെങ്കിലും ഇതിൻ്റെ ഒരു തരി കണ്ടെത്തിയാൽ പിന്നെ ആ തരി മതി ഒരു ലോഡ് തലവേദനയ്ക്ക്. ജെയ്മി നമ്മുടേതാണ്, അതങ്ങനെ തന്നെയാകും എന്നുള്ള സോളിഡ് വാക്കുകൾ പുറത്തുവിട്ട ശേഷം ഔട്ടിങ്ങിന് പോകും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാൻ ലിസ പോകുമ്പോൾ ഏതൊരച്ഛനും അമ്മയ്ക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യം ഇതുപോലുള്ള വാക്കുകൾ പറയുന്ന മക്കൾ തന്നെയാണ്. ഇതുപോലെ സ്ട്രോങ് ആയ മനക്കരുത്തുള്ളവർ. ലിസയുടെ കാര്യത്തിൽ ഇവളെ നമ്മൾ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു നിൽക്കുന്ന എഡ്ഡിയോട് നമ്മൾ ജെയ്മിയെ സന്തോഷിപ്പിച്ച പോലെ തന്നെ അവളെയും സന്തോഷിപ്പിക്കുന്ന പറഞ്ഞ് മാൻഡയും താഴേക്ക്. മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന എഡ്ഡി ജെയ്മിയുടെ മുറിയിലേക്ക് കയറി നോക്കി പൊട്ടിക്കരഞ്ഞ് അയാളുടെ സങ്കടം മൊത്തം പുറത്തു വരുമ്പോൾ പറയാൻ ഒന്നേ ഉള്ളൂ: ക്ഷമിക്കൂ മോനെ, നിനക്കൊരു നല്ല അച്ഛനാവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഒരു പിതാവിന് മാത്രമല്ല, ഇത് കാണുന്ന കുറേയേറെ മാതാപിതാക്കൾക്ക് കേൾക്കാനുള്ള വാക്കാണത്. അവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമാണത്. അച്ഛനമ്മമാർ മക്കളെ എത്ര സൗകര്യങ്ങൾ നൽകി വളർത്തുന്നു എന്നതിലല്ല, കുട്ടികളെ എങ്ങനെ കൂടെ നിർത്തി കൃത്യമായ പേരൻറ്റിങ്ങോടുകൂടി വളർത്തുന്നു എന്നതിലാണ് എല്ലാം എന്ന റെലവൻ്റായ ഒരു സോഷ്യൽ മെസ്സേജ് നൽകുന്നതിൽ വളരെ എഫക്റ്റീവായ അഡോളസൻസ് എന്ന ഈ മിനി സീരീസ് വണ്ടറും ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുത്തൻ അനുഭവമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം.